നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇക്കഴിഞ്ഞ ഞായറാഴ്ച സിഡ്നിയിലെ ബോണ്ടി ബീച്ചിൽ ഒരുമിച്ച് ചേർന്ന ജൂത സമൂഹത്തിന് നേരെ അതിക്രൂരമായ തീവ്രവാദ ആക്രമണം നടത്തിയ രണ്ടുപേർ. ജൂത സമൂഹത്തിൻ്റെ വലിയ ആഘോഷമാണ് ഹനൂക്ക ആഘോഷത്തിൻ്റെ ആദ്യ ദിനം ബോണ്ടി ബീച്ചിൽ അവർ ഒത്തുചേർന്നപ്പോൾ ഹനൂക്ക ആഘോഷത്തിനിടയിലാണ് ജൂത സമൂഹത്തിന് നേർക്ക് രണ്ടുപേർ ഏറ്റവും ക്രൂരമായ ആക്രമണം നടത്തിയത്. 15 പേർ കൊല്ലപ്പെട്ടു, 27 പേർക്ക് അതിമാരകമായ പരിക്കേറ്റു. തൊട്ടു പിന്നാലെ ഓസ്ട്രേലിയൻ അധികൃതർ പ്രതികളെ തിരിച്ചറിഞ്ഞു. പിതാവും മകനുമാണ് 2 പ്രതികൾ. പോലീസ് വെടിവെപ്പിൽ പിതാവ് കൊല്ലപ്പെട്ടു. ഗുരുതരമായ പരിക്കേറ്റ മകൻ പിന്നീട് ആശുപത്രിയിലായി. പതിറ്റാണ്ടുകൾക്ക് ശേഷം ഓസ്ട്രേലിയയിൽ നടന്ന ഏറ്റവും വലിയ ക്രൂരമായ ആക്രമണമായിരുന്നു ഇത്. ജൂതന്മാരെ ലക്ഷ്യം വെച്ചുള്ള ഈ ആക്രമണത്തെ ലോകം തള്ളിപ്പറഞ്ഞു. ഇസ്രയേൽ അതിശക്തമായി പ്രതികരിച്ചു. രാജ്യത്ത് നടന്നത് ഒരു ഭീകരാക്രമണമാണ് എന്ന് ഓസ്ട്രേലിയൻ സർക്കാർ പ്രസ്താവന നടത്തി. ഇരകളിൽ 10 വയസ്സുള്ള ഒരു പെൺകുട്ടിയും ഹോളോകോസ്റ്റിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാളും വരെ. കൊല്ലപ്പെട്ട 2 പേർ റബ്ബികളാണ്. ഇസ്രയേലിനെ ഏറെ മാനസികമായി തളർത്തി ഓസ്ട്രേലിയയിൽ നടന്ന ഈ കൂട്ടക്കുരുതി. തോക്കുധാരികളിൽ ഒരാളെ നേരിട്ട ഒരു വഴിപോക്കൻ, കൊല്ലപ്പെടുന്നതിന് മുൻപ് മറ്റുള്ളവരെ സംരക്ഷിക്കാൻ ശ്രമിച്ച ദമ്പതികൾ. ഇവരെ ധീരതയുടെ അസാധാരണമായ അടയാളമായി ഇപ്പോൾ ലോകം കാണുന്നു. ആക്രമണകാരികൾ ഇസ്ലാമിക് ഗ്രൂപ്പുകളുമായി സജീവ ബന്ധം പുലർത്തിയിരുന്നവരാണ്. എന്നാൽ ഭയാനകമായ ഒരു വെളിപ്പെടുത്തൽ ഇന്ത്യക്ക് വലിയ നാണക്കേടുണ്ടാക്കുന്നു. ആക്രമണകാരികൾ ഇന്ത്യയിൽ നിന്ന് ഓസ്ട്രേലിയയിലെത്തിയതാണ്. സംഭവസ്ഥലത്ത് വെച്ച് പോലീസിന്റെ വെടിയേറ്റ് മരിച്ച 50-കാരനായ സാജിദ് അക്രാം. ഇയാൾ ഹൈദരാബാദ് നഗരത്തിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് വർഷങ്ങൾക്ക് മുൻപ് കുടിയേറിയതാണ്. 1998 ഇയാൾ ഓസ്ട്രേലിയയിൽ കുടിയേറി. പിന്നീട് 6 തവണ മാത്രമേ ഇന്ത്യയിലേക്ക് ഇയാൾ യാത്ര ചെയ്തിട്ടുള്ളൂ. ഇയാളുടെ തീവ്രവാദ ബന്ധങ്ങളെക്കുറിച്ചോ ഇയാളുടെ മനോഭാവം സംബന്ധിച്ചോ എന്തെങ്കിലും അറിവ് ഇന്ത്യയിലുള്ള ബന്ധുക്കൾക്കുണ്ടായിരുന്നില്ല എന്നാണ് ഇന്ത്യയിലെ ബന്ധുക്കൾ ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്. എന്നാൽ ഭയാനകമായ ഒട്ടനവധി വെളിപ്പെടുത്തലുകൾ ഓസ്ട്രേലിയൻ അധികൃതർ നടത്തുന്നു. ഓസ്ട്രേലിയയിൽ ഭീകരാക്രമണം നടത്തിയ ആ പരമനീചന്മാർ ഇന്ത്യയിൽ നിന്നുള്ളതാണ് എന്ന വാർത്ത ഇന്ത്യക്ക് നാണക്കേടുണ്ടാക്കുന്നു. അതിലപ്പുറം ഇനിയും ഇന്ത്യയിൽ നിന്നുള്ള കുടിയേറ്റങ്ങളെ ഇത് ബാധിക്കുമോ എന്ന് ഇന്ത്യൻ മുസ്ലിം സഹോദരങ്ങൾ ഭയപ്പെടുന്നു. വലിയ ഞെട്ടലിലാണ് ഓസ്ട്രേലിയയിലുള്ള ഇന്ത്യക്കാർ. രാജ്യത്ത് ഭീകരാക്രമണം നടത്തിയ അതിക്രൂരനായ തീവ്രവാദി ഇന്ത്യയിൽ നിന്നുള്ളതാണ് എന്ന തിരിച്ചറിവ് അവരെ ഭയപ്പെടുത്തുന്നു. ഓസ്ട്രേലിയയിലെത്തി ഇയാൾ 27 വർഷം കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ടും ഇന്ത്യൻ പാസ്പോർട്ട് ഇതുവരെ ഇയാൾ സറണ്ടർ ചെയ്തിട്ടില്ല. ഇന്ത്യൻ സമൂഹങ്ങളിൽ നിന്ന് ഒതുങ്ങി ജീവിക്കുന്ന ശീലമായിരുന്നു ഇയാൾക്ക്. രഹസ്യമായി തോക്കുകൾ ശേഖരിച്ചിരുന്നു. ഭീകരാക്രമണത്തിന് തൊട്ടു പിന്നാലെ ആക്രമണകാരികൾ പാകിസ്ഥാനിൽ നിന്നുള്ളവരാണ് എന്ന വാർത്ത പരന്നിരുന്നു. എന്നാൽ അവർ പാക്കികളല്ല, മറിച്ച് ഇന്ത്യക്കാരാണ് എന്ന വസ്തുത ഇന്ത്യയെ വേദനിപ്പിക്കുന്നു. ലോകമെമ്പാടുമുള്ള പ്രവാസി സമൂഹം വലിയ ഞെട്ടലിലാണ്. ഇത് ഇന്ത്യക്കാർക്ക് ആഗോളതലത്തിൽ വലിയ നാണക്കേടുണ്ടാക്കും. ഹൈദരാബാദിൽ നിന്നും ബികോം പഠനം പൂർത്തിയാക്കിയതിനു ശേഷം 1998 നവംബറിൽ ഇയാൾ ഓസ്ട്രേലിയയിലേക്ക് കുടിയേറി. തുടർന്ന് യൂറോപ്യൻ വംശജയായ വെനേര ഗ്രോസോയെ വിവാഹം കഴിച്ച് അവിടെ ജീവിതമുറപ്പിച്ചു. ദമ്പതികൾക്ക് 2 മക്കൾ. ഓസ്ട്രേലിയയിലെത്തി വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇയാൾ ഇന്ത്യൻ പാസ്പോർട്ട് എന്തുകൊണ്ട് സറണ്ടർ ചെയ്തില്ല എന്ന സംശയം ഇപ്പോൾ ശക്തമാണ്. ഇയാളുടെ മകനാണ് ഇപ്പോൾ പോലീസിന്റെ വെടിയേറ്റ് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലുള്ളത്, നവീദ് അക്രം. ഇയാൾക്ക് നവീദ് അക്രമിനെ കൂടാതെ ഒരു മകളുമുണ്ട്. ഇരുവരും ജനിച്ചത് ഓസ്ട്രേലിയയിൽ. ഓസ്ട്രേലിയൻ പൗരന്മാരായി ഇവർ വളർന്നു. ഇന്ത്യയിലെ ബന്ധുക്കളെ ഇയാൾ അപൂർവമായി മാത്രമേ ബന്ധപ്പെട്ടിരുന്നുള്ളൂ എന്നാണ് ഇന്ത്യയിലെ ബന്ധുക്കൾ ഇപ്പോൾ പറയുന്നത്. സ്വത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും പ്രായമായ മാതാപിതാക്കളെ സന്ദർശിക്കാനും തുടങ്ങി അപൂർവമായി മാത്രമേ ഇയാൾ ഇന്ത്യയിലെത്തി. പിതാവിൻ്റെ മരണസമയത്ത് പോലും സാജിദ് ഇന്ത്യയിലെത്തിയില്ല എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ഇതിനിടയിൽ ഇയാൾ IS പോലുള്ള സംഘടനകളുമായി ചേർന്ന് പ്രവർത്തിക്കാൻ നീക്കങ്ങൾ ആരംഭിച്ചു. സാജിദുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പരമാവധി ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരും. ഓസ്ട്രേലിയയിലേക്ക് പോകുന്നതിന് മുൻപ് സാജിദിന്റെ പേരിൽ കേസോ സംശയാസ്പദമായ സംഭവങ്ങളോ ഉണ്ടായിരുന്നില്ല എന്നാണ് തെലങ്കാന പോലീസ് വിശദീകരിക്കുന്നത്. ഇയാളുടെ തീവ്ര ചിന്താഗതികളെക്കുറിച്ച് ഒരു തരത്തിലും തങ്ങൾക്ക് യാതൊരുവിധ അറിവുമുണ്ടായിരുന്നില്ല എന്ന് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികളോട് സാജിദിന്റെ ബന്ധുക്കൾ പറയുന്നു. ബോണ്ടി ബീച്ചിൽ തീവ്രവാദി ആക്രമണമാണ് സാജിദും മകൻ നവീദ് അക്രമും ചേർന്ന് നടത്തിയത്. എന്നാൽ സാജിദിന്റെ ഓസ്ട്രേലിയയിലുള്ള ജീവിതവും ഏറെ ദുരൂഹമാണ്.
അയൽക്കാരുമായി യാതൊരു വിധത്തിലും ബന്ധം പുലർത്തിയില്ല. അവിടെയുള്ള ഇന്ത്യൻ സമൂഹവുമായി ഇയാൾ ഒരടുപ്പവും കാട്ടിയില്ല. രഹസ്യമായി തോക്കുകൾ സംഘടിപ്പിച്ചു. സൈനിക പരിശീലനത്തിന് സമാനമായ പരിശീലനം ഇയാൾ നേടി. വെടിവയ്പ്പിനടക്കം ഇയാൾക്ക് പരിശീലനം ലഭിച്ചത് തീവ്രവാദ പരിശീലനങ്ങളുടെ ഭാഗമായി തന്നെ. വളരെ സൂക്ഷ്മതയോടെ ഇയാൾ ജീവിച്ചു. അതുകൊണ്ട് തന്നെ ഇയാളെ നേരത്തെ ഓസ്ട്രേലിയൻ പോലീസ് നിരീക്ഷിച്ചുമില്ല. ഓസ്ട്രേലിയൻ ജീവിതത്തിൽ യാതൊരുവിധ ക്രിമിനൽ പശ്ചാത്തലവുമില്ലാതെ വളരെ തന്ത്രപരമായുള്ള ജീവിതം. ഓസ്ട്രേലിയയിൽ ബിസിനസ് നടത്തിയിരുന്ന ഇയാൾ പിന്നീട് തോക്ക് ലൈസൻസ് അവിടെ നിന്ന് തന്നെ സംഘടിപ്പിച്ചു. 6 തോക്കുകളാണിപ്പോൾ പോലീസ് റെയ്ഡിൽ കണ്ടെത്തിയിരിക്കുന്നത്. ബോണിറിഗിലെ പ്രാന്തപ്രദേശത്തിലുള്ള ഒരു 3 മുറി വീട്, അവിടെയാണ് ഇയാൾ ജീവിച്ചിരുന്നത്. തൻ്റെ ഭാര്യ വെനേര അക്രമിനോടൊപ്പം അയാൾ കഴിഞ്ഞിരുന്നു. തെക്കൻ തീരത്ത് ജെർവീസ് ബേ എന്നൊരു സ്ഥലമുണ്ട്. അവിടെ മീൻ പിടിക്കാൻ പോവുകയാണ് എന്നാണ് ഇയാൾ ഭാര്യയോട് പറഞ്ഞത്. മകനും ഇതേ മെസ്സേജാണ് അമ്മയ്ക്ക് കൈമാറിയത്. പിന്നീട് നവീദ് ഞായറാഴ്ച അമ്മയെ വിളിച്ചു. അമ്മേ, ഞാനൊന്ന് നീന്താൻ പോകുകയാണ്. ഞാൻ സ്കൂബ ഡൈവിങ്ങിന് ഇന്ന് പോയി. ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് എന്നൊക്കെ മെസ്സേജുകൾ തുടരെ അയക്കുന്നു. എന്നാൽ ഇവർ ജെർവീസ് ബേയിലേക്കായിരുന്നില്ല പോയത്. തോക്കുകളും സ്ഫോടക വസ്തുക്കളുമായി സിഡ്നിയിലെ പടിഞ്ഞാറൻ ഭാഗത്തുള്ള ഒരു വാടക വീട്ടിൽ ഇവർ ഒളിച്ചിരുന്നു. പോലീസിന്റെ വെടിയേറ്റ് ആശുപത്രിയിലായ നവീദ് ഇപ്പോൾ കോമ സ്റ്റേജിൽ നിന്ന് എഴുന്നേറ്റു. ഇയാൾക്ക് ബോധം തിരിച്ചു കിട്ടിയാൽ ശക്തമായി ചോദ്യം ചെയ്യുകയും ഇയാളിൽ നിന്ന് വിവരശേഖരണം നടത്തുകയുമാണ് പോലീസിന്റെ ലക്ഷ്യം. മുമ്പ് അക്രമികൾ ഫിലിപ്പീൻസ് സന്ദർശിച്ചപ്പോൾ അവരിൽ ഒരാൾക്ക് ഇന്ത്യൻ പാസ്പോർട്ട് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇന്ത്യക്കാരാണ് എന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നത്. സാജിദ് അക്രവും നവീദ് അക്രവും തീവ്രവാദത്തിലേക്ക് തിരിഞ്ഞത് ഇന്ത്യയിൽ നിന്നുള്ള ഏതെങ്കിലും പ്രാദേശിക സ്വാധീനം മൂലമല്ല എന്ന് ഇന്ത്യ വ്യക്തമാക്കി. പ്രാഥമിക അന്വേഷണം തങ്ങൾ നടത്തിയെന്നും ഇവർക്കോ ഇവരുടെ കുടുംബത്തിനോ തീവ്രവാദ ബന്ധമുള്ളതായി കണ്ടെത്തിയിട്ടില്ല എന്നുമാണ് ഇന്ത്യ വിശദീകരിക്കുന്നത്. ബോണ്ടി ബീച്ച് ആക്രമണത്തെ തുടർന്ന് ഓസ്ട്രേലിയയുടെ പല ഭാഗത്തും ഇപ്പോൾ കുടിയേറ്റ വിരുദ്ധ മനോഭാവം ശക്തിപ്പെടുന്നു. ഇത് ഭാവിയിൽ ഇന്ത്യയിൽ നിന്നുള്ള കുടിയേറ്റങ്ങളെ പോലും ബാധിക്കുമോ എന്ന ഭയം ഇന്ത്യൻ സമൂഹത്തിനുണ്ട്. മറുവശത്ത് ഇന്ത്യയിൽ നിന്ന് പോലുമുള്ള മുസ്ലിം കുടിയേറ്റത്തെ ഓസ്ട്രേലിയയിലെ ഒരു വിഭാഗം വലിയ ഭയത്തോടെ കാണുന്നു. ചാനുക്ക ബൈദസി എന്ന ഹനൂക്ക ആഘോഷത്തിലാണ് 2 തോക്കുധാരികൾ അപ്രതീക്ഷിതമായി ജൂത സമൂഹത്തിനിടയിൽ പ്രത്യക്ഷപ്പെട്ടത്. സർക്കാരിന് ഇക്കാര്യങ്ങളിൽ കൂടുതൽ ഇടപെടലുകൾ നടത്തേണ്ടി വരുമെന്ന് ലേബർ മന്ത്രിമാർ അഭിപ്രായപ്പെടുന്നു. നേരത്തെ ലേബർ സർക്കാരിനെ താങ്ങി നിർത്തിയിരുന്നത് കുടിയേറ്റ വോട്ടുകളുടെ ബലത്തിൽ കൂടിയായിരുന്നു. ഓസ്ട്രേലിയയിൽ ഇസ്രയേലിനെതിരെ വെറുപ്പിന്റെ ഇൻക്യുബേറ്ററുകൾ ഇനിയുമുണ്ടെന്നും അവയെ വേരോടെ പിഴുതെറിയണമെന്നും ഇസ്രയേൽ ആവശ്യപ്പെടുന്നു. ഓസ്ട്രേലിയയിൽ തഴച്ചു വളരാൻ സാഹചര്യമൊരുക്കിയ വിദ്വേഷ പ്രസംഗകരെയും തീവ്രവാദ സംഘടനകളെയുമൊക്കെ നിരോധിക്കണമെന്ന ആവശ്യം ശക്തമാണ്. കൂടുതൽ ഫലപ്രദവും കർക്കശവുമായ കുടിയേറ്റ സംവിധാനം ഏർപ്പെടുത്തണമെന്നും ആൻറ്റിസെമിറ്റിസം പ്രത്യേകം നിയന്ത്രിക്കണമെന്നും ഇപ്പോൾ ലേബർ മന്ത്രിമാർ ഉൾപ്പെടെ ആവശ്യപ്പെടുന്നു. രാജ്യത്തുണ്ടായ അതിദാരുണമായ ഈ സംഭവത്തിൽ ഇപ്പോഴും കണ്ണീർ തൂകി നിൽക്കുകയാണ് ഓസ്ട്രേലിയ. മറുവശത്ത് കൂടുതൽ കർക്കശമാക്കിയേക്കും അവർ കുടിയേറ്റ നിയമങ്ങൾ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.